ഹലോ, അമ്മ മനസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണേ. അപ്പോൾ മേഘയുടെ കാറ് ലോണുകാർ കൊണ്ടുപോയിരിക്കുകയാണ്. അപ്പം മേഘ ആകെ ദേഷ്യത്തോടെയാണ് നിൽക്കുന്നത്. അപ്പം മനോഹരൻ പറയുന്നുണ്ട്, ഇന്നൊരു ക്ലയൻറ്റിനെ മീറ്റ് ചെയ്യാനുള്ളത് കൊണ്ട് തന്നെ നമുക്കെന്നാൽ പിന്നെ നടന്നിട്ട് പോവാം, നടന്നിട്ട് വരാനൊന്നും എന്നെക്കൊണ്ട് സാധിക്കില്ല എന്നും പറഞ്ഞ് ചവിട്ടിത്തുള്ളി മേഘ ദേഷ്യത്തോടെ അകത്തേക്ക് പോവാണ്. അപ്പം മനോഹരൻ ചേച്ചിയോട് പറയാണ്, ചേച്ചി, അധികമായിട്ട് സംസാരിക്കുന്ന ആണുങ്ങളും അമിതമായിട്ട് ദേഷ്യപ്പെടുന്ന പെണ്ണുങ്ങളും എപ്പോഴും നാശത്തിലേക്കായിരിക്കുമെന്ന് തലൈവർ പറഞ്ഞിട്ടുണ്ട്. അത് കേട്ട സമയത്ത് മുത്തശ്ശി പരിഹാസത്തോടെ ചോദിക്കുകയാണ്, അപ്പോൾ പിന്നെ നീ എന്താ നാശത്തിലേക്ക് പോവാഞ്ഞത്? മനോഹരന് വിട്ടുകൊടുക്കുന്നുണ്ടായിരുന്നില്ല. ഞാൻ നിങ്ങളുടെ കൂടെ എത്തിച്ചേർന്നില്ലേ, പിന്നെ ഞാൻ എന്ത് നാശത്തിലേക്ക് പോവാനാ? ഡാ എന്ന് പറഞ്ഞപ്പോഴേക്കും മനോഹരൻ ഓടി രക്ഷപ്പെടുകയാണ്. ദാ ഞാൻ വരുന്നു. നീ തിരിച്ചിങ്ങോട്ടേക്ക് തന്നെയല്ലേ വരിക, അപ്പോൾ കണ്ടോളാം. അതിനുശേഷം കാണിക്കുന്നത് ക്ഷേത്രത്തിലാകെ ടെൻഷനോട് കൂടി ഇരിക്കുന്ന സിദ്ധാർത്ഥിനെയാണ്. ചന്ദ്രികയാണെങ്കിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ക്ഷേത്രത്തിനകത്താണുള്ളത്. ആ സമയത്ത് സിദ്ധുവിൻ്റെ മനസ്സ് നിറയെ ആകാശിൻ്റെ അച്ഛൻ പറഞ്ഞ വാക്കുകളാണ്. ആകാശിന് ഞാൻ കണ്ടുപിടിച്ച പെണ്ണിനെ മാത്രമേ ഞാൻ വിവാഹം ചെയ്യിക്കുള്ളൂ. എൻ്റെ വാക്ക് ആര് പറഞ്ഞാലും മാറ്റാൻ സാധിക്കേയില്ല. അതുപോലെ തന്നെ ആരതി അമ്മയോട് പറഞ്ഞ വാക്കുകളും. ആകാശ് അവൻ്റെ അച്ഛൻ കണ്ട പെണ്ണിനെയാണ് വിവാഹം ചെയ്യുന്നതെങ്കിൽ അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ മകളുടെ ശവം മാത്രമേ കാണുള്ളൂ. ചന്ദ്രിക അവളുടെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞതിന് ശേഷം സിദ്ധാർത്ഥിൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ അവൻ ആകെ ഡെസ്പായിട്ട് കണ്ടപ്പോൾ ചന്ദ്രിക പറയുന്നുണ്ട്, സിദ്ധു സാർ പ്രസാദം എടുക്കൂ. അപ്പോൾ അവൻ പറയാണ്, എനിക്ക് വേണ്ട ചന്ദ്രിക. അവനാകെ സങ്കടപ്പെട്ടിരിക്കുന്ന കണ്ടപ്പോൾ ചന്ദ്രികയ്ക്ക് വല്ലാത്ത വിഷമം തോന്നുകയാണ്. ആരതിക്ക് ധൈര്യം കൊടുക്കേണ്ട നിങ്ങൾ തന്നെ ഇതുപോലെ മനസ്സിന് സന്തോഷമില്ലാതെ ഒട്ടും ധൈര്യമില്ലാതെ ഇങ്ങനെ ഒരു ഭാഗത്തിരുന്ന എങ്ങനെയാ സർ? എന്നെക്കൊണ്ട് ഇതല്ലാതെ മറ്റെന്താ ചന്ദ്രിക ചെയ്യാൻ സാധിക്കുന്നത്? ആകാശിൻ്റെ അച്ഛനോടും സംസാരിച്ചു നോക്കി, പക്ഷേ അദ്ദേഹവും അവരുടെ തീരുമാനം മാറ്റുന്നില്ല. ആരതിയാണെങ്കിൽ അവളും അവളുടെ തീരുമാനം മാറ്റുന്നില്ല. ഇപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കൊരു ഐഡിയയും ഇല്ല. ആരതിയാണെങ്കിൽ എന്തെങ്കിലും കടുംകൈ ചെയ്യുമോ എന്നുള്ള ഭയവും എനിക്കുണ്ട്. അപ്പോൾ ചന്ദ്രിക വീണ്ടും സങ്കടത്തോടെ ചോദിക്കുകയാണ്, നമുക്ക് ആകാശിൻ്റെ അച്ഛനോട് ഒന്നുകൂടി പോയി സംസാരിച്ച് നോക്കാം സർ. പക്ഷേ ഞാനറിയുന്ന അദ്ദേഹം ഇനി അദ്ദേഹത്തിൻ്റെ തീരുമാനം മാറ്റുമെന്ന് തോന്നുന്നില്ല ചന്ദ്രിക. എന്ന് കരുതി നമ്മൾ അങ്ങനെ കൈയൊഴിയുന്നത് ശരിയാണോ? നമുക്ക് ആകാശിൻ്റെ അച്ഛനോട് ഒന്നുകൂടി എങ്ങനെയെങ്കിലും കെഞ്ചിയിട്ടൊക്കെ ചോദിച്ചു നോക്കിയാലോ? അങ്ങനെ നമ്മളെ കൊണ്ടാവും പോലെയൊക്കെ നമുക്ക് ശ്രമിച്ചു നോക്കാം. അപ്പോൾ മാത്രമേ നമുക്ക് ആരതിയും ആകാശവും തമ്മിലുള്ള വിവാഹം എങ്ങനെയെങ്കിലും നടത്താൻ സാധിക്കുള്ളൂ. ചന്ദ്രിക പറഞ്ഞപ്പോൾ അതിലെന്തൊക്കെ ഒരു ശരിയുണ്ടെന്ന് സിദ്ധുവിനും തോന്നുവാണ്. ശരി ചന്ദ്രിക, നമുക്ക് അവസാനമായിട്ട് ആകാശിൻ്റെ അച്ഛൻ്റെ അടുത്ത് ഒന്നുകൂടി പോയി കെഞ്ചി സംസാരിച്ച് നോക്കാം. എന്നിട്ടും അദ്ദേഹത്തിൻ്റെ തീരുമാനം മാറ്റുന്നില്ലെങ്കിൽ പിന്നെ അടുത്തതായിട്ട് നമ്മൾ ആരതിയെ എങ്ങനെയെങ്കിലും സമാധാനിപ്പിച്ച് അനുനയിപ്പിച്ച് കൊണ്ടുവരണം. സർ, നമുക്ക് പോവാം. ചന്ദ്രിക പറഞ്ഞപ്പോൾ സിദ്ധാർത്ഥാണ് ആദ്യം എഴുന്നേൽക്കുന്നത്. പിന്നാലെ ചന്ദ്രികയും ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങുവാണ്. അതേസമയം ഇവർ രണ്ടുപേരെയും വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് വാസു. അപ്പോൾ സിദ്ധു അടുത്തൂടെ പാസ് ചെയ്ത് പോയപ്പോൾ വാസു വിളിക്കുന്നുണ്ട്, സിദ്ധു ഒരു മിനിറ്റ് ഒന്ന് നിൽക്കാമോ മോനെ? അപ്പോഴേക്കും ചന്ദ്രികയും സിദ്ധുവിനൊപ്പം അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ചന്ദ്രികയെ നോക്കിക്കൊണ്ട് വാസു ദേഷ്യത്തോടെ പറയുന്നുണ്ട്, എനിക്കെൻ്റെ മകനോട് കുറച്ച് ഒറ്റയ്ക്ക് സംസാരിക്കണം, ഒന്നിവിടുന്ന് പോകാൻ പറ്റുമോ? അത് കേട്ട സമയത്ത് ചന്ദ്രിക സിദ്ധാർത്ഥിനെ നോക്കുവാണ്, സിദ്ധാർത്ഥ് അവളെയും. അപ്പോൾ വാസു ചോദിക്കുന്നുണ്ട്, എന്തിനാ അവനെ നോക്കുന്നത്? അവനെ എൻ്റെ മോനാണ്, എനിക്ക് അവനോട് കുറച്ച് പേഴ്സണലായിട്ട് സംസാരിക്കണം, നീ ഇവിടെ നിന്നൊന്ന് പോവാൻ നോക്ക്. വാസു അത്രയും പറഞ്ഞിട്ട് സിദ്ധാർത്ഥ് മറുത്തൊന്നും പറയുന്നില്ല. ചന്ദ്രികയാണെങ്കിൽ സിദ്ധുവിനെ തന്നെ നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ വാസു വെറുപ്പോടെ പറയാണ്, എന്നെയും എൻ്റെ കുടുംബത്തെയും തമ്മിൽ പിരിച്ചിട്ട് ഇപ്പോൾ എൻ്റെ മകനുമായിട്ട് ഇങ്ങനെ കൊഞ്ചിക്കൊഴിഞ്ഞ് നടക്കാമെന്ന് കരുതിയോ നീ? അത് കേട്ട് ചന്ദ്രിക ആകെ വല്ലാതാവുകയാണ്, പ്രത്യേകിച്ച് സിദ്ധു മറുത്തൊന്നും പറയാതെ നിൽക്കുന്നത് കണ്ടപ്പോൾ. അതിനു പുറമെ വാസു പറയുന്നുണ്ട്, ഇനി ഒരു പ്രാവശ്യം കൂടി സിദ്ധുവിൻ്റെ കൂടെ നിന്നെ കണ്ടു കഴിഞ്ഞാൽ അത്ര തന്നെ, ഞാൻ ഇതുപോലെ ആയിരിക്കില്ല നിന്നോട് ഇനി പെരുമാറുന്നത്. ഇപ്പം ഇവിടുന്ന് പോവാൻ നോക്ക്, പോ എന്ന് പറഞ്ഞൊരുമാതിരി ആട്ടിപ്പായിക്കും പോലെയാണ് ചന്ദ്രികയോട് വാസു പെരുമാറുന്നത്. അപ്പോൾ ചന്ദ്രികയാണെങ്കിൽ വീണ്ടും സിദ്ധാർത്ഥിനെ നോക്കുന്നുണ്ട്, അപ്പോൾ മറുത്തെന്തെങ്കിലും പറയുമോയെന്ന് അറിയാൻ വേണ്ടിയിട്ട്. പക്ഷേ സിദ്ധു ഒന്നും പറയുന്നില്ല, ചന്ദ്രിക എന്ന് വിളിക്കുന്നതല്ലാതെ. ശരി സർ, ഞാൻ വീട്ടിലേക്ക് പോവുകയാണ് എന്ന് സിദ്ധുവിനോട് ഒറ്റ വാക്ക് പറഞ്ഞിട്ട് അവൻ തിരിച്ച് പറയുന്നത് എന്താണെന്ന് പോലും കേൾക്കാതെ ചന്ദ്രിക അവിടെ നിന്ന് പോകുന്നുണ്ട്. അപ്പോൾ സിദ്ധു പിന്നീന്ന് പറയുന്നുണ്ട്, ചന്ദ്രിക അവിടെ നിൽക്ക്, ചന്ദ്രിക നിൽക്ക്, ഒരു മിനിറ്റ് ചന്ദ്രിക പ്ലീസ്. പക്ഷേ ചന്ദ്രിക തിരിഞ്ഞു പോലും നോക്കാതെ നടന്നു പോവുകയാണ്. സിദ്ധു അവൾക്ക് പിന്നാലെ പോയിട്ട് വിളിക്കുന്നുണ്ട്, ചന്ദ്രിക നിൽക്ക് പ്ലീസ്.
അവൾ വേഗത്തിൽ തന്നെ നടന്നു പോവുകയാണ്. ചന്ദ്രികയ്ക്ക് അത്രയ്ക്ക് അധികം അപമാനം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ സിദ്ധു നേരെ ദേഷ്യത്തോടെ തിരിച്ചു വന്ന് വാസുവിനോട് പറയാണ്, എന്താ നിങ്ങളുടെ പ്രശ്നം? ഇപ്പം എന്തിനാ ചന്ദ്രികയോട് നിങ്ങൾ ഇങ്ങനെയൊക്കെ സംസാരിച്ചത്? ഓ, ചന്ദ്രികയെ പറഞ്ഞപ്പോൾ സാറിന് ദേഷ്യം വരുന്നുണ്ടോ? സ്വന്തം അച്ഛനായ എൻ്റെ മേലില്ലാത്ത സ്നേഹവും ബഹുമാനവും അവളുടെ മേലെ എന്തിനാടാ നിനക്ക്? അവളാണോ ഇത്രയും കാലം നിന്നെ വളർത്തി സ്നേഹിച്ചത്? ഇത്രയും കാലം നിന്നെ വളർത്തി സ്നേഹിച്ച് പഠിപ്പിച്ച് വലിയ ആളാക്കിയത് ഞാനാണ്. അയ്യോ, അപ്പോഴേക്കും ചന്ദ്രിക ചന്ദ്രിക എന്ന് പറഞ്ഞ് നീ അങ്ങ് വല്ലാതെ അങ്ങോട്ട് വിഷമിക്കുകയാണല്ലോ. അതിനും മാത്രം അവളുടെ കയ്യിൽ എന്താടാ ഉള്ളത്? നിന്റെ ഈ സൗന്ദര്യത്തിനും പഠിപ്പിനും അറിവിനും അവളേക്കാൾ ലക്ഷം പേര് നിന്റെ പിന്നാലെ വരും. ഇവളൊക്കെയാണോ നീ കണ്ടുപിടിച്ച പെണ്ണ്? നാണോ ഇല്ലാതെ അവളുടെ പിന്നാലെ ഇങ്ങനെ നടക്കാൻ വേണ്ടി എന്ന് പറഞ്ഞപ്പോഴേക്കും സിദ്ധാർത്ഥിൻ്റെ ദേഷ്യം അതിക്രമിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അവൻ പറയുന്നുണ്ട്, അച്ഛാ മതി, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കേണ്ട. വാസുവിൻ്റെ വായ അടപ്പിക്കുന്നുണ്ടായിരുന്നു സിദ്ധു. എന്നിട്ട് പറയാണ്, ചന്ദ്രികയെപ്പറ്റി ഇനി ഒരക്ഷരം നിങ്ങൾ പറയുകയാണെങ്കിൽ ഞാൻ വെറുതെ കേട്ടു നിൽക്കുന്നു വിചാരിക്കേണ്ട. ആദ്യം വന്ന കാര്യം എന്താണെന്ന് പറയാൻ നോക്ക്. അപ്പോഴേക്കും വാസു ആകെ തകർന്നിട്ടുണ്ടായിരുന്നു. അയാൾ പറയാണ്, സ്വന്തം അച്ഛനെ വേണ്ടാത്ത ആ പെണ്ണിന് പിന്നാലെ നടക്കുന്ന നിന്നോട് ഇനി ഞാൻ എന്ത് പറയാനാ? അതും ചന്ദ്രികയെ പോലെ കേവലം ഒരു ജോലിക്കാരി പെണ്ണിന് വേണ്ടിയിട്ട്. വീട്ടിൽ പോയി കഴിഞ്ഞാൽ നിൻ്റെ അമ്മയ്ക്ക് തോന്നിയതൊക്കെ വായിൽ തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞ് എന്നെ അപമാനിക്കുന്നു. നിൻ്റെ മുത്തശ്ശൻ എൻ്റെ ചെകിട്ടത്തടിക്കുന്നു. നിൻ്റെ അമ്മാവനാവട്ടെ എന്നെ വീട്ടിൽ നിന്ന് തന്നെ പുറത്താക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം നീയും എനിക്ക് വില തരാതെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ സിദ്ധു ചോദിക്കുന്നുണ്ട്, ഇതിനൊക്കെ കാരണം ആരാ? നിങ്ങൾ തന്നെയല്ലേ? നിങ്ങൾ നന്നായിട്ടാണ് ജീവിച്ചിരുന്നതെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമായിരുന്നോ? ഇപ്പം തന്നെ നടക്കാൻ വേണ്ടി പോവേണ്ടിയിരുന്ന ആരതിയുടെ കല്യാണം നിന്നു പോകുന്നുള്ളൊരു ടെൻഷനിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോഴാണ് അതിനിടയിൽ നിങ്ങളുടെ പ്രശ്നം കൂടി. ആവശ്യമില്ലാത്ത ഓരോരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് വീണ്ടും വീണ്ടും എന്നെ പ്രഷർ കയറ്റരുത്. ഒന്ന് മിണ്ടാതെ പോയേ. അപ്പോൾ വാസു ഭയങ്കര നിഷ്കളങ്കനായിട്ട് പറയുകയാണ്, എടാ സിദ്ധു, ആരതിയുടെ കല്യാണം നിന്നു പോയതിന് കാരണം തന്നെ ചന്ദ്രികയാണ്. അവളല്ലേ ആകാശിൻ്റെ അച്ഛന് ഫോൺ ചെയ്ത് ഞാനും ജ്യോതിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പറഞ്ഞു കൊടുത്തത്. അവളത് പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ ആരതിയുടെ കല്യാണം നടക്കുമായിരുന്നില്ലേ? അപ്പോൾ സിദ്ധുവിനാണെങ്കിൽ ദേഷ്യവും ഞെട്ടലും തോന്നുവാണ് വാസുവിൻ്റെ ആ നിഷ്കളങ്കത കാണുമ്പോൾ. അപ്പോൾ അവൻ ചോദിക്കുന്നുണ്ട്, ശരി, നിങ്ങൾ പറഞ്ഞതുപോലെ ചന്ദ്രികയാണ് അവരോട് വിളിച്ചിക്കാര്യങ്ങളൊക്കെ പറഞ്ഞതെന്ന് തന്നെ വെക്ക്. പക്ഷേ ഇല്ലാത്തതല്ലല്ലോ അവൾ പറഞ്ഞത്. നിങ്ങളും ജ്യോതിയും തമ്മിലുള്ള റിലേഷനെക്കുറിച്ച് തന്നെയല്ലേ പറഞ്ഞിട്ടുള്ളത്. ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ ഓർത്തു വെച്ചോ, ഈ കല്യാണം നിന്നു പോയതിൻ്റെ കാരണം നിങ്ങളാണ്, അല്ലാതെ ചന്ദ്രികയല്ല. വാസു ഭയങ്കര നിഷ്കളങ്കനായിട്ടാണ് നിൽക്കുന്നത്. സിദ്ധു, എന്തോ അറിയാതെ ഞാനൊരു തെറ്റ് ചെയ്തു. ആ ഒരു തെറ്റിൻ്റെ പേരും പറഞ്ഞ് നിങ്ങളെല്ലാവരും എന്നെ വീട്ടിൽ നിന്നും പറഞ്ഞയച്ചു. അയാളോട് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് തന്നെയാണ് തോന്നുന്നത് സിദ്ധുവിന്. അപ്പോൾ അവൻ പറയുന്നുണ്ട്, അച്ഛാ ദയവ് ചെയ്ത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്ക്. ആരതിയുടെ ജീവിതം ഇപ്പോൾ പാതി വഴിയിലാണുള്ളത്. നിങ്ങൾ അവൾക്ക് അച്ഛനെന്ന നിലയ്ക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ, അഥവാ എന്തെങ്കിലും പ്രായശ്ചിത്തം ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ആകാശിൻ്റെ വീട്ടിൽ പോയി അവൻ്റെ അച്ഛൻ്റെ കാല് പിടിച്ചിട്ടാണെങ്കിലും ഞാൻ ജ്യോതിയുമായിട്ട് വേർപിരിഞ്ഞു, ഇനി ഞങ്ങൾ തമ്മിൽ ഒരു റിലേഷനും ഇല്ല എന്ന് പറഞ്ഞിട്ട് അയാളുടെ കാൽ കീഴിൽ കിടന്ന് എങ്ങനെയെങ്കിലും ആരതിയും ആകാശവും തമ്മിലുള്ള കല്യാണം നടത്താൻ വേണ്ടി എന്തെങ്കിലും ചെയ്യേ. നിങ്ങൾ അങ്ങനെ ചെയ്താലെങ്കിലും അമ്മയ്ക്ക് നിങ്ങളുടെ മേലുള്ള ദേഷ്യം കുറയുമോ എന്ന് നോക്കാം എന്നും പറഞ്ഞ് സിദ്ധാർത്ഥ് അവിടെ നിന്ന് പോവുകയാണ്. ഏയ് സിദ്ധു എന്ന് വിളിച്ചെങ്കിൽ സിദ്ധു മൈൻഡാക്കുന്നില്ല. അവൻ കാറിൽ കയറിയിട്ട് അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ സിദ്ധു പോയതിന് ശേഷം വാസു ചിന്തിക്കുന്നുണ്ട്, ഞാനെന്തിനാ പോയിട്ട് കണ്ടവൻ്റെ കാൽ കീഴിൽ വീഴുന്നത്? ആരതിക്ക് ആകാശമല്ലാതെ വേറെ ഭർത്താവിനെ കിട്ടില്ലേ? വാസുവിന് അതത്ര വലിയ കാര്യമായിട്ടൊന്നും തോന്നുന്നില്ല. താനെന്തിന് കണ്ടവൻ്റെ കാൽ കീഴിൽ പോകണം എന്നൊരു മൈൻഡിലാണ് വാസു നിൽക്കുന്നത്. രാത്രിയായ സമയത്ത് ക്ഷേത്രത്തിൽ ശരവണൻ കാത്തു നിൽക്കുകയാണ്. മേഘയ്ക്ക് വേണ്ടിയിട്ട് എപ്പോഴും കാത്തു നിൽക്കുന്നത് പോലെ അയാൾ കാത്തു നിൽക്കുകയാണ്. പക്ഷെ ഒരുപാട് നേരമായിട്ടും മേഘയെ കാണുന്നില്ല. അയാളിങ്ങനെ ഒരു വീർപ്പ് മുട്ടലോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് വാച്ചിലിങ്ങനെ നോക്കിക്കൊണ്ടേ ഇരിക്കുകയാണ്. മേഘ വരാമെന്ന് പറഞ്ഞിട്ട് അരമണിക്കൂറിലും അധികമായി, ഇതെന്താ കാണാത്തത് എന്നൊക്കെ അയാളിങ്ങനെ സ്വയം പറയുന്നുണ്ട്. അല്പസമയം കൂടി കഴിഞ്ഞ് അയാൾ പോവാമെന്ന് വിചാരിച്ചപ്പോഴാണ് മേഘ അതുവഴി വന്നത്. പക്ഷേ മേഘ വന്നത് തികച്ചും ഒരു സാധാരണ വേഷത്തിലായിരുന്നു. അതായത് അത്രയും കയ്യിലൊന്നുമില്ലാത്തൊരു ദരിദ്രവാസി വേഷത്തിൽ. അത് കാണുന്ന സമയത്ത് മേഘയുടെ കണ്ണ് നിറഞ്ഞിട്ടാണുള്ളത്. അത് കാണുന്ന സമയത്ത് ശരവണൻ മേഘയെ ചേർത്ത് നിർത്തിക്കൊണ്ട് ചോദിക്കുന്നുണ്ട്, മോളെ എന്താ നിൻ്റെ കോലമൊക്കെ ഇങ്ങനെ ആയത്? എനിക്ക് നിന്നെ ഇങ്ങനെ കാണുമ്പോൾ സഹിക്കുന്നില്ല. അതുകൂടി കേട്ടപ്പോൾ മേഘയുടെ കരച്ചിൽ ഒന്നുകൂടെ കൂടുവാണ്. എന്നിട്ട് അവൾ അച്ഛനോട് പറയുന്നുണ്ട്, എന്ത് പറയാനാ അച്ഛാ, ഇങ്ങനെയൊക്കെ നടക്കണമെന്ന് എൻ്റെ തലയിൽ എഴുതിയിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഞാനിങ്ങനെ വല്ലാതെ കഷ്ടപ്പെടുന്നത്.
മേഘ ആകെ സങ്കടത്തിലാണ് ഉണ്ടായിരുന്നത്. അവളുടെ സംസാരം കേട്ടപ്പോൾ ശരവണനും സങ്കടമാവുകയാണ്. മറ്റുള്ളവരെ പറ്റിച്ചിട്ടാണെങ്കിലും മകൾ നല്ല നിലയിൽ എത്തണമെന്ന് ആഗ്രഹിച്ച ഒരു അച്ഛനായിരുന്നു. അപ്പോൾ മേഘ പറയുന്നുണ്ട്, ഞാൻ വിശ്വസിച്ചവരെല്ലാം എന്നെ ചതിച്ചു, എന്നെ പറ്റിച്ചു. ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത എല്ലാ ബിസിനസ്സും എല്ലാ ക്ലയൻസും അതൊക്കെ നഷ്ടമായി. മേഘ വല്ലാത്ത സങ്കടത്തോടെയാണ് പറയുന്നത്. ഇൻവെസ്റ്റേഴ്സും ക്ലയൻസും ഒക്കെ എന്നെ പണം ചോദിച്ച് വല്ലാതെ ഭീഷണിപ്പെടുത്തുവാണ്. എനിക്കാണെങ്കിൽ അവരോടൊന്നും മറുപടി പറയാൻ പോലും സാധിക്കുന്നില്ല. അതുകൂടെ കേട്ടപ്പോൾ ശരവണൻ്റെ കണ്ണ് നിറഞ്ഞിട്ടുണ്ടായിരുന്നു. മകളുടെ അപ്പോഴത്തെ അവസ്ഥയൊക്കെ ആലോചിച്ചിട്ട് മേഘയും കരഞ്ഞുകൊണ്ടാണ് സംസാരിക്കുന്നത്. ആദ്യം വീട് പോയി, പിന്നീടുണ്ടായിരുന്ന ഓഫീസ് അവർ കൊണ്ടുപോയി. അവസാനം കാറിൻ്റെ ലോൺ അടക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് കാറും അവരെടുത്തുകൊണ്ട് പോയി. ഇപ്പോൾ അന്നന്നത്തെ ചെലവിന് വേണ്ടി തന്നെ ഞാൻ കഷ്ടപ്പെടുവാണ് അച്ഛാ. അത് പറഞ്ഞു തീർന്നതും മേഘ പൊട്ടി പൊട്ടി കരയുകയാണ്. ശരവണന് മകളെ എങ്ങനെ ആശ്വസിപ്പിക്കേണ്ടതെന്ന് അറിയില്ലായിരുന്നു. മേഘ, എന്താ മോളെ അച്ഛൻ പറയേണ്ടത്? മേഘ കണ്ടു തുടച്ചുകൊണ്ട് പറയാണ്, ഞാൻ ഈ ഒരു അവസ്ഥയിലാവാൻ കാരണം സുരേന്ദ്രൻ കൂട്ടിക്കൊണ്ടുവന്ന ആ ഒരു റിയൽ എസ്റ്റേറ്റുകാരനാണ്. അവനെ വിശ്വസിച്ച് ഞാൻ 50 കോടി രൂപയാണ് അതിൽ ഇൻവെസ്റ്റ് ചെയ്തത്. ആ 50 കോടി രൂപയുമായിട്ട് ആ റിയൽ എസ്റ്റേറ്റുകാരും അയാളുടെ ടീമും മുങ്ങി. അയാൾ ആ 50 കോടി എന്നെ പറ്റിക്കാതിരുന്നുവെങ്കിൽ ഞാൻ ഈ ഒരു അവസ്ഥയിലേക്കും ഈ ഒരു ഗതികേടിലും എത്തില്ലായിരുന്നു. അത് പറഞ്ഞു തീർന്നതും മേഘ വീണ്ടും കരയുകയാണ്. അതുപോലെ തന്നെ ശരവണനും സങ്കടമാവുന്നുണ്ടായിരുന്നു അവളുടെ ഗതികേട് കണ്ടിട്ട്. അപ്പോൾ മേഘ പറയുന്നുണ്ട് അച്ഛനോട്, ആ റിയൽ എസ്റ്റേറ്റുകാരൻ എവിടെയാണെന്ന് നമ്മുടെ സുരേന്ദ്രനോട് കണ്ടുപിടിക്കാൻ പറയണം. പറയാം മോളെ. അയാളെ കണ്ടുപിടിച്ചാൽ മാത്രമേ എനിക്കെൻ്റെ 50 കോടി രൂപ തിരിച്ചു കിട്ടുള്ളൂ. ആ പണം തിരിച്ചു കിട്ടിയാൽ മാത്രമേ എനിക്ക് പഴയ മേഘയായിട്ട് മാറാൻ സാധിക്കുള്ളൂ അച്ഛാ. ശരി മോളെ, ഞാൻ സുരേന്ദ്രനോട് പറയാം. ആ റിയൽ എസ്റ്റേറ്റുകാരനെ എത്രയും പെട്ടെന്ന് തന്നെ ഞങ്ങൾ കണ്ടുപിടിക്കും. ശരി അച്ഛാ, എങ്കിൽ ഞാൻ പോട്ടെ മോളെ. അച്ഛാ, ഞാൻ ചോദിക്കുന്നത് കൊണ്ട് എന്നെ തെറ്റിദ്ധരിക്കല്ല അച്ഛാ. ഇല്ല മോള് പറ മോളെ എന്ന് ശരവണൻ പറഞ്ഞ സമയത്ത് മേഘ സങ്കടത്തോടെ ചോദിക്കുകയാണ്, നിങ്ങളുടെ കയ്യിൽ കുറച്ച് പണമുണ്ടെങ്കിൽ എനിക്ക് തരാമോ അച്ഛാ? അത് കേട്ട സമയത്ത് ശരവണന് സഹിക്കാനാവുന്നില്ല. കാരണം ലക്ഷങ്ങൾ കൊണ്ടും കോടികൾ കൊണ്ടും കളിച്ച മേഘയാണ് തന്നോടിപ്പോൾ ചെറിയൊരു എമൗണ്ടിന് വേണ്ടി ചോദിക്കുന്നത്. അയാൾ കരഞ്ഞുകൊണ്ടാണ് ചോദിക്കുന്നത്, മേഘ എന്താ മോളെ, നീയാണോ എൻ്റെ അടുത്ത് പണത്തിന് ചോദിക്കുന്നത്? വാരി വാരി ഞങ്ങൾക്ക് തന്ന നിനക്കിപ്പോൾ ഈ അവസ്ഥയായോ മോളെ? ഒരു മിനിറ്റ് മോളെ എന്ന് പറഞ്ഞുകൊണ്ട് ശരവണൻ അയാളുടെ പോക്കറ്റിൽ നിന്നും എത്രത്തോളം പണം ഉണ്ടായിരുന്നോ അതൊക്കെ പെറുക്കി എടുക്കുകയാണ്. എന്നിട്ട് മേഘയുടെ കൈകളിലേക്ക് ആ പണം വെച്ച് കൊടുക്കുകയാണ്. അപ്പോഴാണ് അയാൾ കാണുന്നത് മേഘയുടെ കൈയൊക്കെ പൊള്ളിയിട്ടും ആകെ കളറൊക്കെ മങ്ങിയിരിക്കുകയാണ്. അപ്പോൾ കരഞ്ഞുകൊണ്ടിരിക്കുന്ന മേഘയോട് അയാൾ ചോദിക്കുന്നുണ്ട്, ഇതെന്ത് പറ്റി മോളെ, കൈയൊക്കെ എന്താ ഇങ്ങനെ ആയത്? അപ്പോൾ മേഘ പറയാണ്, ചെറിയ വീട്ടിൽ ഗ്യാസ് ഇല്ല, വിറകടുപ്പിലാണ് പാചകം ചെയ്യുന്നത്. അവിടെ വെച്ച് കൈ തീപ്പൊള്ളലേറ്റതാണ് അച്ഛാ. അപ്പോൾ ശരവണന് കേട്ടിട്ട് സഹിക്കാനാവുന്നില്ല. എന്താ മേഘ ഈ പറയുന്നത്? നീ ഇത്രയധികം കഷ്ടപ്പെടുവാണോ? നിന്നെ ഇങ്ങനെ കാണുന്നത് തന്നെ എനിക്ക് സഹിക്കാനാവുന്നില്ല. മേഘയും അച്ഛൻ്റെ കൂടെ ചേർന്ന് കരയുവാണ്. മേഘ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, എല്ലാം ശരിയാവും എന്നുള്ള വിശ്വാസം എനിക്കുണ്ടച്ചാ. അപ്പോൾ അയാൾ കണ്ണുനീര് തുടക്കുവാണ്. ശരി, ഞാൻ പോവുകയാണച്ചാ എന്ന് പറഞ്ഞ് മേഘ പോകുന്നത് നോക്കി നിൽക്കുകയാണ് ശരവണൻ. അയാൾക്ക് വല്ലാത്ത സങ്കടം തോന്നുന്നുണ്ടായിരുന്നു മേഘയുടെ ഇപ്പോഴത്തെ അവസ്ഥ കാണുമ്പോൾ. പിറ്റേന്ന് നേരം വെളുത്ത സമയത്ത് ആരതി പൂജാമുറിയിലാണ്. അവൾ കണ്ണുകൾ ഇറുക്കിയടച്ച് ദൈവത്തിന് മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ് ആകാശിൻ്റെ അവളുടെയും വിവാഹം നടക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആകാശിനെ അവൾക്ക് കിട്ടിയില്ലെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഈ ലോകത്തുണ്ടാവില്ല. നിന്നോടല്ലാതെ ഇനി മറ്റാരോടും എനിക്ക് പറയാനില്ല. നീ വേണം ഞങ്ങളെ രണ്ടുപേരെയും ചേർത്ത് വെക്കാൻ എന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം ക്ഷേത്രത്തിലാണെങ്കിൽ ആകാശിൻ്റെ കല്യാണത്തിനുള്ള ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആകാശാണെങ്കിൽ ആരും കാണാതെ മാറി നിന്നിട്ട് ആരതിയെ കോൾ ചെയ്യുകയാണ്. പ്രാർത്ഥിക്കുന്നതിനിടയിലാണ് ഫോൺ റിങ് ചെയ്യുന്നത് ആരതി കേട്ടത്. അപ്പോൾ അവൾ ചെന്ന് നോക്കുന്ന സമയത്ത് ആകാശാണ്. വലിയ ഒരിതില്ലാതെയാണ് ആരതി കോൾ എടുക്കുന്നത്. പറ ആകാശ്. ആരതി, അച്ഛൻ എന്നെ പെട്ടെന്ന് തന്നെ ക്ഷേത്രത്തിൽ കൂട്ടിക്കൊണ്ട് വന്നിട്ട് ഇന്നാണ് നിൻ്റെ കല്യാണം എന്ന് പറയുന്നു. അത് കേട്ട സമയത്ത് ആരതി ആകെ ഷോക്കായിട്ട് നിൽക്കുവാണ്. അപ്പോൾ ആകാശാണെങ്കിൽ ഭയത്തോടെ പറയുന്നുണ്ട്, ഇവിടെ ക്ഷേത്രത്തിൽ എല്ലാവരും കല്യാണത്തിനുള്ള ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് വല്ലാതെ പേടിയാവുന്നു ആരതി. എങ്ങനെയെങ്കിലും ഈ കല്യാണം നിർത്തിവെക്കണം ആരതി. ആരതിയാണെങ്കിൽ കേട്ട വാർത്ത വിശ്വസിക്കാനാവാതെ നിൽക്കുകയാണ്. ഞാൻ അച്ഛനോട് ഒരുപാട് പ്രാവശ്യം പറഞ്ഞു നോക്കി, പക്ഷേ അദ്ദേഹം കേൾക്കുന്നില്ല. നീ എങ്ങനെയെങ്കിലും ഈ കല്യാണത്തെ ഒന്ന് നിർത്തിത്തരണം ആരതി. ആരതിക്കാണെങ്കിൽ ആദ്യം കേട്ടതിൽ തന്നെ എന്താ ചെയ്യേണ്ടത് മനസ്സിലാവുന്നില്ല. അവൾ ആകെ ഇങ്ങനെ ഷോക്കായിട്ട് നിൽക്കുവാണ്.
അപ്പോൾ ആകാശിൻ്റെ അടുത്ത പ്രതീക്ഷ ആരതിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ അവർ രണ്ടുപേരും ഫോൺ പിടിച്ച് നിൽക്കുന്നിടത്തായിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.